ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. പ്രക്ഷോഭത്തിൽ ഇതുവരെ 45 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെ ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങൾ വിച്ഛേദിച്ചിരുന്നു. തെരുവിലിറങ്ങിയ പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നു. റാസിൻ, ഈ ഒരു പ്രക്ഷോഭത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം രൂക്ഷമാവുകയാണ്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെയാണ് പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും അരങ്ങേറുന്നത്. രാജ്യത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിക്കുന്നത്. ജനങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഡിസംബർ 28 ടെഹ്റാനിലെ ഒരു ബസാറിൽ കറൻസിയുടെ മൂല്യം ഇടിയുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ഉപരോധങ്ങളും അതുപോലെ തന്നെ കെടുകാര്യസ്ഥയും മൂലം പണപ്പെരുപ്പം കുതിച്ചുയർന്നു. ഇത് തന്നെയാണ് ജനങ്ങളെ ആദ്യം പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും തുടക്കം കുറിക്കാൻ കാരണമായത്. ദീപ്തി, നമുക്കറിയാം ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമല്ല. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതാണ് ഇറാൻ്റെ പാരമ്പര്യം. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തെയും ശക്തമായി അടിച്ചമർത്താൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ശക്തമായ അടിച്ചമർത്തലിൽ 45ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഈ മരണസംഖ്യ ഇതിൽ കൂടും എന്നാണ് ഈ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രക്ഷോഭം വ്യാപിച്ചതോടെ ഇറാനിൽ ഇൻ്റർനെറ്റ് റദ്ദാക്കിക്കൊണ്ട് പ്രസിഡന്റ് മസൂദ് ഉത്തരവിട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഒഴുക്കിയാണ് തെരുവുകളിൽ ജനക്കൂട്ടം കൈയടക്കിയിരിക്കുന്നത്. ഏകാധിപത്യം തുലയട്ടെ, ഇസ്ലാമിക് റിപ്പബ്ലിക് തുലയട്ടെ എന്നൊക്കെ പ്രക്ഷോഭകാരികൾ പറയുന്നുണ്ട്. അതേസമയം പ്രക്ഷോഭകാരികൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അമേരിക്ക. ഈ ഡൊണാൾഡ് ട്രംപിനെതിരെ ഈ പ്രശ്നത്തിൽ, അതായത് അമേരിക്ക പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് ആയത്തുള്ള അമീനി രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപ് അമേരിക്ക ഭരിച്ചാൽ മതി, ഇറാൻ ഭരിക്കാൻ വരണ്ട എന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ പ്രതികരണം. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ തകർച്ച ഉടൻ ഉണ്ടാകുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറുന്നത് ഒരു നേതാവിൻ്റെ നേതൃത്വമില്ലാതെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഭാവി എന്താകും എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. ദീപ്തി. ശരി. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ്. ഈ പ്രക്ഷോഭത്തിൽ ഇതുവരെ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ടെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചതോടെ ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു. തെരുവിലിറങ്ങിയ പ്രക്ഷോഭകാരികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. റാസിൻ അൻവറാണ് വിവരങ്ങൾ നൽകിയത്.